ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റുഡിയോയിലും മാക്സിലും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയായിരുന്നു. അപ്പോൾ ഷോപ്പിംഗ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. നവരാത്രിയൊക്കെ സ്റ്റാർട്ട് ആയതുകൊണ്ട് നല്ല അടിപൊളി കളക്ഷൻ ആയിരുന്നു കേട്ടോ കിഡ്സിൻ്റെ സെക്ഷനിൽ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കിഡ്സിൻ്റെ സെക്ഷനിലോട്ടാണ് വന്നത്. നല്ല അടിപൊളി ഫ്രോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഫ്രോക്ക് ഉണ്ട്, നല്ല ഭംഗിയുള്ള ഫ്രോക്കാണ്, ഗിൽറ്റഡ് ആണ്, സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇതിന് 499 ആവുന്നുള്ളൂ. പിന്നെ ഒരു ബ്ലാക്ക് കളർ, എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, സെയിം റേറ്റ് തന്നെയാണ്. പക്ഷേ അനൂസിന് ഇഷ്ടമല്ല ഇങ്ങനത്തെ ഫ്രോക്കും കാര്യങ്ങളൊന്നും. പിന്നെ നമ്മൾ കുറച്ച് മേക്കപ്പ് കാര്യങ്ങളൊക്കെ നോക്കി. ഇതിനൊക്കെ 149 രൂപയുള്ളൂ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. നമ്മളതിൻ്റെ ലിപ് ബാം നോക്കിയായിരുന്നു. നല്ല അടിപൊളി ഒരു ഷെയ്ഡ് അന്വേഷിച്ച് സെലക്ട് ചെയ്ത് തന്നു. നമ്മളത് കാർട്ടിലിടുകയും ചെയ്തായിരുന്നു. പക്ഷേ ബില്ലിങ്ങിൻ്റെ സമയത്ത് കണ്ടില്ല. നമ്മൾ വിചാരിച്ച് ഓൾറെഡി ബില്ല് ചെയ്ത്, നമ്മൾ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് ബില്ലടിച്ചിട്ടില്ല, നമുക്കത് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ. നല്ലൊരു ന്യൂഡായിട്ടുള്ള അടിപൊളി കളറായിട്ട് അന്വേഷിച്ച് സെലക്ട് ചെയ്ത് തന്നത്. ഈ ഒരു ഷെയ്ഡാണ് എടുത്ത് തന്നത്. നല്ല അടിപൊളിയായിരുന്നു. ഇതിന് 149 രൂപയാണ്. എല്ലാത്തിനും 149 രൂപയാണ്. ഈ സെക്ഷനിൽ ഓരോന്നിനും ഓരോ സെക്ഷനിലും ഓരോ റേറ്റിംഗ് ആണ്. നമ്മളെടുത്തത് 149 ആയിരുന്നു. പിന്നെ ഈ ഒരു വൈറ്റ് ഫ്രോക്ക് എടുത്ത്, വൈറ്റ് ഫ്രോക്ക് എപ്പോഴും അനൂസിന് ആവശ്യമുള്ളതാണ്, പള്ളിയിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനൊക്കെ വേണ്ടി. അപ്പോൾ ഒരു വൈറ്റ് ഫ്രോക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഇതാട്ടോ. പിന്നെ നമ്മൾ ക്രോപ്പ് ടോപ്പിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത്. ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അനൂസ് ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഏതെടുക്കണമെന്ന് ചോദിച്ചത്. അപ്പോൾ അനൂസിന് ഇങ്ങനെ വൈഡ് ആയിട്ടുള്ള വൈഡ് കഴുത്തൊക്കെയുള്ളതൊന്നും അധികം താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഈ ഇതൊരെണ്ണം സെലക്ട് ചെയ്തതിൻ്റെ വൈഡ് കഴുത്തും കൈയുടെ അവിടെയും ഭയങ്കര വൈഡായിരുന്നു. അപ്പോൾ അവൾക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഒരു ഷർട്ടിൻ്റെ മോഡലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. വലിയ സൈസാണ്, എസ് സൈസാണ് വരുന്നതും. പക്ഷേ ഓവർ കോട്ടൊക്കെ ഇടാനായിട്ട് നല്ലതാണ്. പക്ഷേ ഇട്ട് നോക്കിയപ്പോഴേക്കും അവർക്ക് ഒട്ടും കംഫർട്ടബിൾ, അവർക്ക് ഒട്ടും ചേർന്നില്ല. അതേപോലെ തന്നെ നവരാത്രി സീരീസ് ആയതുകൊണ്ട് നമുക്ക് ഗേൾസിന് പറ്റിയ അടിപൊളി ഇങ്ങനത്തെ ക്രോപ്പ് ടോപ്പും അതേപോലെ തന്നെ ഇങ്ങനത്തെ പാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയായിട്ട് എല്ലാം അഫോർഡബിൾ റേറ്റിലാണ്, ഒരു 599 റേറ്റിലാണ് ആ ഒരു സെക്ഷനിലുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് 2 കുർത്തീസ് നോക്കി. ഇത് 399 ആണ് കേട്ടോ. ഇതും നോക്കി, ഇതും സെയിം 399 ആണ് വരുന്നത്. പിന്നെ ഇതൊക്കെ നവരാത്രി സീരീസിൽ ഉള്ളതാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ സെലക്ട് ചെയ്തില്ല. അപ്പോൾ ഇത്രയും നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നേരെ നമ്മൾ മാക്സിലോട്ടാണ് പോയത്. അവിടെയും കുറച്ച് കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടു. അപ്പോൾ നമ്മൾ നേരെ ചെന്നപ്പോഴേക്കും കുറേ ക്രോപ്പ് ടോപ്പും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ടോപ്പ് എടുത്തേക്കണോണ്ട് പിന്നെ നമ്മൾ അത് നോക്കിയില്ല. അനൂസ് കുറേ നാളെ കാർഗോ പാൻറ്റ് അന്വേഷിച്ച് നടക്കുകയാണ്. ഓൾറെഡി അവൾക്ക് 2-3 കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അവൾക്ക് അങ്ങനത്തെ ടൈപ്പ് പാൻസാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ മെയിനായിട്ട് പോയത് അതിന് വേണ്ടിയായിരുന്നു. പക്ഷേ അവിടെ കാർഗോ പാൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാക്സിൽ വന്നപ്പോഴേക്കും 2 കളേഴ്സ് കിട്ടി. അത് രണ്ടും അനൂസിൻ്റെ സൈസ് തന്നെ കറക്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് രണ്ടും നമ്മൾ ഇട്ട് നോക്കിയിട്ടോ. അപ്പോൾ അനൂസിന് കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു കളറായിരുന്നു. അവർ വേറൊരു കളറും കൂടെ എടുത്ത് തന്നായിരുന്നു. പക്ഷേ അനൂസിന് ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളറായിരുന്നു. രണ്ടും സെയിം സൈസിലായിരുന്നു. റേറ്റ് വരുന്നത് ഏകദേശം ഒരു 599 ആ റേറ്റിൽ തന്നെയാണുള്ളത്. എനിക്ക് പച്ച ഇഷ്ടപ്പെട്ടു, പക്ഷേ അനൂസിന് പച്ച ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതിന് പറ്റിയ ടോപ്പ് നമ്മൾ നോക്കിയിട്ട് മാച്ചിങ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. എല്ലാം നോക്കുമ്പോഴേക്കും അത്ര മാച്ചിങ് ആയിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഒരു ഷർട്ട് മോഡൽ അവർ കാണിച്ചതാണ് എനിക്ക് കുളിച്ചും കൂടെ അതിന് മാച്ചായിട്ട് തോന്നിയത്. അപ്പോൾ അവൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോയി ഇട്ട് നോക്കിയത്. ഈ ഒരു ഷർട്ട് നല്ല രസമുണ്ട്. രണ്ടും കൂടെ വെച്ച് നോക്കിയപ്പോഴേക്കും നന്നായിട്ട് ചേർന്ന പോലെ തോന്നി. പക്ഷേ ഇട്ട് വന്നപ്പോഴേക്കും അനൂസിന് ചേർന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇതായിട്ടും നമ്മൾ സെലക്ട് ചെയ്ത് ഈ ഒരു ടോപ്പും ഈ ഒരു പാൻറ്റും കാർഗോ പാൻറ്റുമാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ടോപ്പൊക്കെ നോക്കി. നമുക്ക് ഡാൻസിനൊക്കെ പോകാനായിട്ട് ഇങ്ങനെ ടോപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ പാൻസ് കുറേ ഉണ്ട്. അപ്പോൾ ടോപ്പ് നോക്കുമ്പോഴേക്കും ഓഫർ കണ്ടുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കി. അപ്പോൾ നോക്കിയപ്പോഴും കുറേ കളക്ഷൻസ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ 3 സെലക്ട് ചെയ്തിട്ടോ. അപ്പോൾ അനൂസിന് കൂടുതലായിട്ടും ഇങ്ങനത്തെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ടൈപ്പ് വൈറ്റ് കളറിനൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആദ്യം നമ്മൾ സെലക്ട് ചെയ്തത് ഈ ഒരു ഇതാട്ടോ. കൂടുതലായിട്ടും വൈറ്റ് കളറുള്ള ടോപ്സാണ് അനൂസിന് കൂടുതൽ ഇഷ്ടം, പ്രിൻറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ 3 വൈറ്റ് കളേഴ്സ് ഉള്ളതാണ് കൂടുതൽ എടുത്തത്. പിന്നെ അങ്ങോട്ട് പോയപ്പോഴേക്കും കുറേ ക്രോസിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി അവളുടെ ക്രോസ് പൊട്ടിയിരിക്കണമായിരുന്നു. അപ്പോൾ അത് സെലക്ട് ചെയ്തു കേട്ടോ. ഇതും ഒരു 599 ആ റേറ്റിലുള്ളതൊക്കെയാണ്. ക്രോസ് ഇഷ്ടപ്പെടാത്ത ആരല്ലേ ഉള്ളത്. ഒരുപാട് നല്ല കളക്ഷൻസും ക്യൂട്ടായിട്ടുള്ള നല്ല കളേഴ്സിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിരുന്നു. റോസ് കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾക്ക് വൈറ്റ് കളറിനോട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വൈറ്റ് കളറിലാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഓരോന്നും ഇട്ട് നോക്കിയപ്പോഴേക്കും എല്ലാം നല്ലതായിട്ട് തന്നെയാണ് തോന്നിയത്. നമ്മൾ വൈറ്റ് കളറാണ് സെലക്ട് ചെയ്തത് കേട്ടോ.
ഈ ഒരു ക്രോസാണ് നമ്മൾ എടുത്തിരുന്നത് കേട്ടോ. ഇതിനും 599 ആ റേറ്റിനാണ് നമുക്ക് കിട്ടിയത്. പിന്നെ അവിടെ എന്തോ കൂപ്പണിൻ്റെ ഓഫർ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സിൽ ഇപ്പോൾ എന്തോ ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചെന്നപ്പോഴേക്കും ഓഫറിൻ്റെ വാലിഡിറ്റിയൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ. അതെന്തോ 4 മാസത്തേക്കുള്ള എന്തോ ഓഫറാണത്. എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ടോയ്സൊക്കെ ഉണ്ട് കേട്ടോ. അവ നല്ല രസമായിട്ട് നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിലൊക്കെ പറ്റിയ അടിപൊളി നല്ല ക്യൂട്ട് ടോയ്സ്, ബാഗുകൾ, ഹാൻഡ് ബാഗുകൾ, അതേപോലെ തന്നെ ക്യാപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ.